ആ അമ്പലമുക്ക് അതറിഞ്ഞോ? അയ്യോ, ഒരാളോട് അങ്ങനുണ്ട്. ഗൗരിയെടുത്തി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. നല്ല ആളോ. ഇപ്പോഴേ തുടങ്ങിയോ മനോരാജ്യം? എനിക്ക് വിശ്വാസമാവില്ലേ രാധേ. പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷ് ചിലപ്പോ കളിപ്പിക്കാൻ പറഞ്ഞതാവോ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മാഷ് കളിപ്പിക്കൊന്നുമില്ല. ഇത്രയ്ക്ക് പേരും പ്രശസ്തിയുള്ള ഒരു IAS കാരൻ ഒരു പാവം മാഷിന്റെ മോളെ കല്യാണം കഴിക്കാന്ന് വെച്ചാ ആർക്കാ അറിയാത്ത പി എന്ന് പേര്? ഭാഗ്യം അങ്ങേർക്കാന്ന എന്റെ തോന്നല്. ഗൗരിയെടുത്ത് കിട്ടിയാ ഇനി വച്ചടി വെച്ചിട്ട് കേറ്റാവൂ. അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല. ഇതിലെന്ത് അഹങ്കാരാ? ഭാഗ്യമുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹേ ഉള്ളൂ. പക്ഷെ ഒടുക്കം അത് വെറുതെ മോഹിക്കലാവോ? നോയിക്കോളൂ. ഗൗരിയെടുത്ത് കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ടുപോകും വെച്ച നന്ദഗോപാൽ. തീയൻ എന്ന വലിയ ആള്. അതിനെ കണ്ടിട്ട് വേണ്ടേ? അതാ പറഞ്ഞത് ചെറിയവര് പറയുമ്പോ ചെവിട്ടില് കേൾക്കണോന്ന്. ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞസാരി ഉടുക്കാനായിട്ട്. ഏടത്തേക്ക് ആളെ കണ്ടാലറിയോ? പിന്നെ നന്ദ, ആ കുട്ടി അവിടെ കാത്തു നിന്നിട്ട് പോവും. പറഞ്ഞേക്കാം. വരുന്നു 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 വരുന്നു. മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ശാഠ്യം. നളൻ എന്ന് പറഞ്ഞ അപ്പൊ പുഷ്കരൻ എന്ന് പറയും. ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ചെക്ക് ഷർട്ട് ഇടാൻ സാവമാഷ് പറഞ്ഞത്. വേണ്ട കുട്ടിമാമേ, ആരും അറിയാണ്ട് ഞാൻ ആ കുട്ടിയെ ഒന്ന് കണ്ടോട്ടെ. അമ്മുവിന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടില്ലോ ഇതുവരെ. അമ്മുവിന്റെ കാര്യം നോക്കണമെന്ന് പറഞ്ഞ് ശരി തന്നെ. പക്ഷെ സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടല്ലോ അത്. അമ്മുവിന്റെ കാര്യമില്ലാണ്ട് എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യം ഉള്ളത്? വാ, കയറി പോവാ. വന്നിട്ടില്ലായിരിക്കും. ആ പൂച്ചയും കാണാനല്ലോ. ഏതായാലും കുറച്ചേരം നോക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ. നിൽക്കണം മഞ്ഞസാരി. മാഷയുടെ മോളാണല്ലേ? അതെ. ഞാൻ ശേഖരൻ നായര്. ഹംസം. ആ നിൽക്കലാണ് നന്ദഗോപാലൻ. കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷർട്ടിടാൻ. അപ്പൊ ആള് വെള്ളം ചുപ്പിട്ടോട്ട് വരുന്നു. എന്താ ചെയ്യാ? പറഞ്ഞാ കേൾക്കണ സ്വഭാവം പണ്ടേ ഇല്ല. സാവുമാഷ് പറഞ്ഞിണ്ടാവൂലേ? ഏത് സാമി മാഷ്? അമ്മേ, ആനയെ കാണണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആനയെ കാണണ്ട, അമ്മയെ കണ്ടാ മതിന്ന്. ഇവിടെ എന്താ പ്രശ്നം? തലയ്ക്ക് സുഖമില്ലാത്ത ആളാന്ന് തോന്നുന്നു. നീ വാ. അപ്പൊ സാമിമാഷ് പറഞ്ഞ ആളല്ലേ? ഓരോരുത്തർക്കും ഓരോ അബദ്ധം പറ്റണത്. എന്തായി? സൈരന്ത്രി എന്ന് വെച്ച് ചെന്നപ്പോ ബ്രഹന്തള കൂടെ ഒരു ആനക്കാരനും വഷളായി. ആ പൂച്ച വരട്ടെ, എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം. ഭഗവാനേ. സൂത്രം നമുക്ക് മാത്രമല്ലല്ലോ വശമുള്ളൂ. എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി വന്നുകൂടാന്നില്ലല്ലോ. അല്ലേ കുട്ടമാൻ? എവിടെ പോയി? പോവാണോ? ബസ് വരാറായി. അത് പോയാ പിന്നെ 1 മണിക്കൂർ നിൽക്കണം. ഞങ്ങൾ പോണം. ഞാൻ വരാൻ ഇത്തിരി വൈകി പോയി. നന്ദോപാലിനെ കണ്ടുവോ? താനെന്തൊരു പൂച്ചയുടെ പൂച്ച. പറയണ വാക്കിന് വ്യവസ്ഥ വേണം. 2 മൈലിലെ വളം അങ്ങോട്ട് തിരിഞ്ഞുട്ടേ ഒട്ടി ടയറേ. ഇപ്പതേ നേരെ ഇത്രയായി. മാഷയുടെ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കണ്ടില്ലേ? കണ്ടു കണ്ടു കണ്ട് ഇളിഭരായി. 5 വയസ്സുള്ള ഒരു കുട്ടി. എവിടെ? ഒക്കത്ത്. അയ്യോ, 5 വയസ്സുള്ള കുട്ടി ഒക്കത്തോ? അപ്പൊ കുട്ടിയെ കണ്ടില്ലേ? ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി. അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ? അത് തന്നെ. അതെ അതെ, ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്. കുട്ടിയമ്മേ, പെണ്ണിനെ കണ്ടോ? ഓ പിന്നെ കണ്ടു. ആന കുട്ടി അല്ല, അതെ, ആനയെ കാണാൻ പോയ കുട്ടിയുടെ അമ്മയെ കണ്ട് നന്ദ തെറ്റിദ്ധരിച്ചു ഇല്ലാന്ന് പറയാൻ പോയിരുന്നു. നന്ദ, നന്ദ, കണ്ടിട്ട് ഇഷ്ടായോ? ഇഷ്ടായോന്ന്? നന്ദ, നിക്കേ നിക്കാൻ. ഓ, കേക്കുന്നില്ലേ? നീ കുറച്ചു അപ്പുറത്ത് വരിക, എനിക്ക് ഇത്ര എഴുതാനുണ്ട്. ഹായ്, അപ്പോഴേക്ക് തുടങ്ങിയ കത്തെഴുതല്? കത്തൊന്നുമല്ല, ഒരു ആർട്ടിക്കിളാ. ആർട്ടിക്കിളൊക്കെ പിന്നെ ആദ്യം ഇത് പറ.
വെളുത്തിട്ടാണോ? വെളുത്തിട്ടാണോന്ന്? ഉം. മെലിഞ്ഞിട്ടാണോ? ഉം. ഉയരമുണ്ടോ? ഉം. ഛെ, ഇങ്ങനെ നത്തിന് പോലെ മൂളാതെ വാതൊരെണ്ണം പറയുന്നെന്താ? നീണ്ട മൂക്കാണോ? ദാ, വയറിന് എത്രയുണ്ട്? തുമ്പിക്കൈ പോലെ. നന്ദാ, തമാശ കളി വേണ്ട. പറ, നീണ്ട മൂക്കാണോ? കുറച്ച് നീണ്ടിട്ടാ. നിറയെ മുടിയുണ്ടോ? പിന്നെ തുടങ്ങി മൂളാൻ. ഉണ്ടോ ഇല്ലയോ? പിന്നെ മുടിയില്ലാണ്ടിരിക്കോ? ശരി 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 ശരി. നുണക്കുഴിയുണ്ടോ? അങ്ങനെ സൂക്ഷിച്ചു. ദേ, ഇങ്ങനെ തന്നെയല്ലേ ഗൗരി? ഗൗരി സുന്ദരി കേട്ടോ. ആ, നന്ദൻ വേറെ വരച്ചു. എന്നിട്ട് വലിയ പത്രക്കാർക്ക് അയച്ചു കൊടുക്ക്. ഈ വുഡ് ഹൗസിന്റെ ചില കഥാപാത്രങ്ങളാ വേഷം മാറിപ്പോട്ട് ചമ്മുന്നവര്. ചമ്മിയത് ഞാനല്ല. അത് മനസ്സിലായി. എന്റെ വുഡ് ബി ബ്രദറിലോ പക്ഷെ ഞാൻ കണ്ടല്ലേ, അസല് ബുദ്ധിജീവിയാ. പക്ഷേ ബുദ്ധിജീവികളും പെട്ടെന്ന് ചമ്മും. അത്രയ്ക്കൊന്നും കളിയാക്കണ്ട. ഓ നൊന്തോ? ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞായിരിക്കും. പോടാ. നിനക്ക് ഇഷ്ടമുള്ള ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൗരി എടുത്തിട്ട് കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ. സോപ്പ് ഒന്നും ഇടണ്ട മോനെ, കഴിക്കും. ഗൗരി എടുത്തേ. അതിങ്ങനെ എടുത്തിട്ട് ഇല പൊളിച്ചിട്ട് ഇങ്ങനെ വച്ചു തരുമോ? ചെറിയ കുട്ടിയെന്ന് ഇപ്പോഴും വിചാരം. പെണ്ണ് കെട്ടിക്കൊണ്ട് വരാറായി. വേണം. ആ IAS വന്ന് ഗൗരി അടുത്ത് കൊണ്ടുപോയിട്ട് വേണം എഞ്ചി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഓ, സഭ തുടങ്ങി. ഇന്നെന്താണോ വിഷയം? വിദ്യാർത്ഥി രാഷ്ട്രീയം. കേറി വരുമ്പോ ചില കമന്റ്സ് ഒക്കെ കേട്ടു. ഓ, ദേ, നീ ഇലയുടെ അവിടെ കൊണ്ടേ കൊടുത്തു. അല്ല, ഇലയുടെ എല്ലാവർക്കും തികയോ? രാത്രിയിലത്തേക്ക് പറഞ്ഞാൽ എനിക്ക് വേണം കേട്ടോ. കൊണ്ടേ കൊടുക്കടാ. ഓ, 4 ശ്ലോകം കേൾക്കാലെന്ന് വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ പോവാ. കുട്ടികൾ പഠിക്കണ്ടോ നോക്ക്. ഈ ത്രിസന്ധിക്കോ? ഇപ്പോഴങ്ങോട്ട് ചെന്ന് അവര് ടിവിയുടെ മുമ്പിലുണ്ടാവും. അതും പഠിപ്പിന്റെ ഭാഗം തന്നെയാണെന്ന് അവര് പറയണേ. അടാ, എല്ലാവർക്കും ഓരോന്നേ ഉള്ളൂ. ഓ, ഈ സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റി വേണുവിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അടയില് കുറച്ചുകൂടി നാളികേരാവായിരുന്നു. എടോ, ഞാൻ ആരാണ് കാര്യമല്ലോ ചോദിച്ചേ. സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റിയാ ചോദിച്ചേ. അത് എന്നെ ഞാൻ പറയണേ. കഴിഞ്ഞ ഒരാഴ്ച തെങ്ങ് കയറാൻ ഒരാളെ നോക്കണു. കിട്ടണ്ടേ? ഒരു നാളികേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അട ഒന്നും കൂടി ഗംഗമാക്കായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ വർത്തമാനം കേട്ടാലേ ഒരക്ഷരം മനസ്സിലാവില്ല. ശരിയാ, ഒരക്ഷരം മനസ്സിലാവില്ല. അനന്തമജ്ഞാതമവർണ്ണനീയം. ഈ ലോകഗോളം അങ്ങനെ തുടങ്ങുക. ആ അക്ഷരം ഞാൻ ചൊല്ലാം. ആഹാരജിച്ചു. ഒന്ന് നിർത്ത. താൻ ചൊല്ലി തീരുമ്പോഴേക്കും നേരം വെളുക്കും. 3ാമത്തെ വരിയിലെ ആദ്യ അക്ഷരം ആ. ഞാൻ ചൊല്ലാം.